കർത്താവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം ആഗ്രഹിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യമല്ല ഈ കർത്താവിൻ്റെ ജനനം. ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ ഹൃദയവും സ്നേഹവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകമായി തിരിച്ചറിയണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിൽ ഒന്ന്, അനേക വഴികളുണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട വഴി വചനത്തിൻ്റെ ഉപാസനയാണ്. വചനം നമ്മൾ നിരന്തരമായി കേൾക്കുന്നു, വചനം വായിക്കുന്നു, വചനം പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് കർത്താവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോ തന്നെ ഈശോയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഈ വചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എടുക്കാമോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ബൈബിളുള്ളവർ പെട്ടെന്ന് എടുക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ നക്ഷത്രങ്ങളിട്ടു, കുറേ കേക്ക് കഴിച്ചു, നമ്മൾ കുറച്ച് കരോളുകൾ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ജനനത്തിരുനാളിലൂടെ ആഗ്രഹിക്കുന്നത്? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. എടുക്കാമോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം. എന്തിനാണ് ഈശോ ഈ ഭൂമിയിൽ പിറവി കൊണ്ടത്? ഒരു ഉത്തരമാണ്. അനേക ഉത്തരങ്ങളുണ്ട്, അതിലൊരു ഉത്തരമാണ്. 1-2 കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം 17 മുതലുള്ള വചനം വായിക്കാമോ? നിയമത്തെയോ, ഉറക്കെ വായിച്ചോ, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലെ, ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? അല്ലെ, എന്തിനാണ് വന്നിരിക്കുന്നത്? നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരില്ല. പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്. അല്ലെ, നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്. അല്ലെ, വചനത്തിന്റെ മറ്റൊരു പേരാണ് നിയമം. അല്ലെ, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വചനത്തെയോ, അതായത് കർത്താവിന് മുൻപ് പറയപ്പെട്ട വചനമുണ്ട്, പഴയ നിയമം. ആ പഴയ നിയമത്തെ ഇല്ലാതാക്കാനോ, ഇനി പഴയ നിയമം ഇല്ല, ഇനിയിപ്പോൾ അതാരും ഉപയോഗിക്കണ്ട എന്ന് പറയാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസാധുവാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പിന്നെയോ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അല്ലെ, ആ വാക്ക് ഒന്ന് വായിച്ച്. എന്തിനാണ് ഈശോ വന്നത്? പൂർത്തിയാക്കാൻ. അല്ലെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഈ ക്രിസ്മസിന്റെ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർത്തീകരണം. പറഞ്ഞേ, എന്താണ് ആ വാക്ക്? പൂർത്തീകരണം. ഫുൾഫിൽമെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പൂർത്തീകരണം. എന്താണ് ആ വാക്ക്? പൂർത്തീകരണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇത് എന്തിനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞ ആ വാക്ക് പറഞ്ഞ എന്താണ് ആ വാക്ക്? പൂർത്തീകരണം. മറന്നു പോകരുത്. ജ്ഞാനം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഏതാണ് ആ വാക്ക്? പൂർത്തീകരണം. ഒരു പ്രവൃത്തിയാണത്. അല്ലേ? എന്താണ് ആ പ്രവൃത്തിയുടെ പേരെന്താണ്? പൂർത്തീകരിക്കുക. പറഞ്ഞ എന്താണ് ആ പ്രവൃത്തി? പൂർത്തീകരിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അത് പൂർത്തീകരിക്കാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമുണ്ട്? പറയൂ, ആരുടെ സഹായം ആവശ്യമുണ്ട്? യേശുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഞാൻ എന്താണോ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ചുണ്ട്, നിങ്ങളെക്കുറിച്ചുണ്ട്, നമ്മളെല്ലാവരെ കുറിച്ചുമുണ്ട്. അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതി നമ്മളിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെ, അത് പൂർത്തിയാകണമെങ്കിൽ, അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ ആര് വേണം? കർത്താവ് വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? പൂർത്തിയാക്കുക. അല്ലെ, ഇനി വായിച്ചേ. പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. എന്ത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്? വചനത്തെ അല്ലെ, നിയമത്തെ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, മറിച്ച് ഞാൻ നിയമത്തെ പൂർത്തിയാക്കാനാണ്. എന്തിനെ പൂർത്തിയാക്കാനാണ്? നിയമത്തെ. നിയമം എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തെ. അല്ലെ, എന്തിനെ പൂർത്തിയാക്കാനാണ്? ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാൻ വചനത്തെ പൂർത്തിയാക്കാനാണ്. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? വചനത്തെ പൂർത്തിയാക്കാനാണ് വന്നത്. അപ്പോ വചനം പൂർത്തിയാകണമെങ്കിൽ അവിടെ ആര് വേണം? പറയൂ, ആര് വേണം? ഈശോ വേണം. അല്ലെ, വചനം പൂർത്തിയാകണമെങ്കിൽ ആര് വേണം? ഈശോ വേണം. അല്ലെ, ഉദാഹരണം, ഒരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അല്ലെ, ബൈബിളിൽ അനേക തവണ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ
കൂടെയുണ്ട്, അല്ലേ? അപ്പൊ ഈ വചനം പൂർത്തിയാക്കണമെങ്കിൽ അവിടെ ആര് വേണം? പറയൂ, ആര് വേണം? യേശു വേണം. അതിനർത്ഥം എന്താണ്? ഒരു വചനം പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വചനം അവിടെ വീണാൽ അവിടെ ആരുണ്ട്? പറയൂ, വചനം ഉള്ളിടത്ത് ആരുണ്ട്? യേശുവുണ്ട്. മനസ്സിലുണ്ട്? വചനം ഉള്ളിടത്ത് ആരുണ്ട്? യേശുണ്ട്. വചനം ഉള്ളിടത്തെ ആരുള്ളൂ? യേശുവുള്ളൂ. അതാണ് യോഹന്നാൻ 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം എന്താണ്? ദൈവമാണ്, അല്ലെ? അപ്പൊ ഈശോ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വചനത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? വചനത്തെ പൂർത്തിയാക്കാൻ. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു വചനം വായിക്കുകയാണ്, അല്ലെ? നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരും നമ്മളെ ആശ്വസിപ്പിക്കാനില്ല, അല്ലെ? ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല, ഓടി ഒളിക്കുവാൻ ഒരിടമില്ല, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ട്. കുരിശിന്റെ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ബൈബിൾ എടുത്തു, അല്ലെ? നമ്മളിങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ആ വചനം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, അല്ലെ? ആ വചനം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അത് പൂർത്തിയാക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ആ വചനം പൂർത്തിയാകണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാണ്? യേശുവാണ്. അപ്പോൾ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പറ്റിയുള്ള, ശ്രദ്ധിക്കണം, നമ്മളെ പറ്റിയുള്ള ദൈവവചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ആര് ഭൂമിയിലേക്ക് വന്നത്? യേശു ഭൂമിയിലേക്ക് വന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉദാഹരണം, അപ്പൊ ഈ ഭാഗം നമ്മൾ പിന്നെ മൊത്തവും താഴോട്ടുണ്ടെങ്കിൽ വായിച്ചു. അപ്പൊ പിന്നെ അവിടെ നിന്ന് പോവാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം, ബാലൻസ് വായിച്ചേ. 18 മുതലുള്ള വചനം. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം വചനത്തിന് മാറ്റമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആർക്ക് മാറ്റമില്ലാത്തത് കൊണ്ടാണ്? യേശുവിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാവുന്നത്? വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ്? ആർക്ക് മാറ്റമില്ലാത്തത് കൊണ്ടാണ്? യേശുവിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? നമ്മൾ മാറും. നമുക്ക് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് 20 വയസ്സായിരുന്നു. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 30 ആയി. 20 വർഷം കഴിയുമ്പോൾ നമുക്ക് 50 ആയി. മനസ്സിലാവും? നമ്മളിൽ ഇങ്ങനെ മാറ്റം സംഭവിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ യേശുവിൽ എന്തില്ല? വ്യത്യാസമില്ല, അല്ലെ? ഇന്നലെയും ഇന്നും എന്നും യേശു ഒരുവൻ മാത്രമാണ്. യേശുവിന് ജരാനരകൾ ബാധിക്കുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലുണ്ട്? യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കാരണം എന്താണ്? യേശു വചനമാണ്. ആ വചനത്തിന് എന്തില്ല? മാറ്റമില്ല, അല്ലെ? ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം, കണ്ടോ, എല്ലാം പൂർത്തിയാകുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി അടുത്തത് വായിച്ചേ. ഈ പ്രമാണങ്ങളിൽ, പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ വചനമാണ്. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്, അല്ലെ? അപ്പൊ ഇനി വായിച്ചേ. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് വായിച്ചോ. ലംഘിക്കുകയോ, ശ്രദ്ധിച്ച് വായിക്കണം, ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവനും ചെറിയവനും ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വർഗരാജ്യത്തിൽ, അല്ലെ? ഭൂമിയിലെ ഈ വലിപ്പവും ചെറുപ്പവും കൊണ്ട് നമ്മൾ തല ഇറങ്ങിയിരിക്കുന്ന മടുത്ത്, അല്ലേ? അല്ലേ? കാശുള്ളവരെല്ലാം വലിയ ആളുകൾ, അല്ലേ? നമ്മൾ സാധാരണ അങ്ങനെയല്ലേ പറയുന്നത്, അല്ലേ? എവിടെങ്കിലും ചെന്നാലും പൈസ ഇച്ചിരി ഇതൊക്കെ ഉണ്ടോ നമ്മളെ ബഹുമാനിക്കും, അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കത്തൊന്നുമില്ല, അല്ലേ? നമ്മൾ ഈ സമൂഹത്തിൽ ചെറുപ്പവും വലിപ്പവും കണ്ട് മടുത്തവരാണ് നമ്മൾ, അല്ലേ? മടുത്തവരാണ് നമ്മൾ. അപ്പോ ഇവിടെ പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് രക്ഷയില്ല. അവിടെയും ആരുണ്ട്? പറയൂ, അവിടെ എന്തുണ്ട്? 2 തരത്തിലുള്ള ആളുകളുണ്ട്. ചെറിയവരും ഉണ്ട്, വലിയവരും ഉണ്ട്. സീറോ മലബാർ കുർബാന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയവരും വലിയവരും. അപ്പൊ സ്വർഗരാജ്യത്തിനും ആരൊക്കെ ഉണ്ട്? പറയൂ. ചെറിയവരും ഉണ്ട്, വലിയവരും ഉണ്ട്. എന്നെ പോലെ നീളം കൂടിയ ആളുകളെ പറ്റിയല്ലേ ഈ പറയുന്നത്. ഇപ്പൊ ചെറിയവരും ഉണ്ട്, വലിയവരും ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ചെറിയ ആളുകളും ഉണ്ട്, വലിയ ആളുകളും ഉണ്ട്. അപ്പൊ അതായത് സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോഴും ഈ വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിവേചനം എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എന്താണ് സ്വർഗരാജ്യത്തിലെ വലിപ്പം? എന്താണ് സ്വർഗരാജ്യത്തിലെ വലിപ്പം? വായിച്ചേ. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? എന്നാൽ അത് അനുസരിക്കുകയും, പറഞ്ഞോ, അത് അനുസരിക്കുകയും
അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഏത് പഠിപ്പിക്കുന്നവൻ? ഏതാണ്? പറഞ്ഞു അവസാനം കുഞ്ഞില്ലാതെ ആവരുത്. ഏതാണ്? വചനം പാലിക്കുകയും അല്ലെങ്കിൽ വചനം അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്തെന്ന് വിളിക്കപ്പെടും? സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇനി ആരെങ്കിലും ആ വചനം ലംഘിച്ചാൽ, മറ്റൊരാളെ ലംഘിക്കാൻ പ്രേരിപ്പിച്ചാൽ അവനെ എന്ത് വിളിക്കപ്പെടും? സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ കാശ് വേണോ? വേണ്ട. സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ ഡിഗ്രികൾ വേണോ? വേണ്ട. സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ നല്ല കുടുംബത്തിൽ പോലും ജനിക്കണ്ട. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ വലിപ്പമുള്ളവൻ ആരാണ്? ദൈവവചനം. പറഞ്ഞോ, ദൈവവചനം പാലിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരെല്ലാം എന്താണ്? സ്വർഗരാജ്യത്തിൽ വലിപ്പമുള്ളവരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈശോ വന്നിരിക്കുന്നത്, അതാണ് നമ്മുടെ വിഷയം. ഈശോ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രവൃത്തി ചെയ്യാനാണ്. ഏതാണ് ആ പ്രവൃത്തി? 10ാം ക്ലാസ്സിൽ തോറ്റത് കാര്യമാക്കണ്ട, പറഞ്ഞോ. ഏതാണ് ആ പ്രവൃത്തി? സ്വർഗരാജ്യത്തിലെ അല്ലെ, എന്താണ് ഈശോ ചെയ്ത ഏറ്റവും കാര്യം? എന്താണ്? പൂർത്തീകരണമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പൂർത്തീകരണം. നിങ്ങൾ മറക്കരുത്, കുഞ്ഞുങ്ങൾ മറക്കരുത്. ഏതാണ് കാര്യം? എന്താണ് ഈശോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി? ഏതാണ്? പൂർത്തീകരണമാണ്, അല്ലെ? ഇനി ഈശോ മരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കി കഴിയുമ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ അവസാനത്തെ മൊഴി എന്താണ്? പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈശോയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്തായിരുന്നു? എല്ലാം പൂർത്തിയാക്കുക, അല്ലെ? എല്ലാം പൂർത്തിയാക്കുക, എല്ലാം പൂർത്തിയാക്കുക. സ്നാപക യോഹന്നാൻ വന്ന്, അല്ലെ, ഈശോ ചെന്ന് സ്നാപകന്റെ അടുത്തേക്ക് മാമോദീസ സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ സ്നാപക യോഹന്നാൻ എന്ത് ചെയ്യുന്നുണ്ട്? അയ്യോ, ഞാൻ നിന്റെ അടുത്ത് വരാനിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് സ്നാപകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണ്? സർവ്വനീതിയും പൂർത്തിയാകുന്നത് ഉചിതമാണ്, ഇപ്പോൾ നീ ഇത് ചെയ്യുക എന്നാണ് ഈശോ പറഞ്ഞിട്ടാണ് ഈശോ സ്നാപകനിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നത്? മാമോദീസ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രവൃത്തി, അല്ലെ? അപ്പൊ ഇനി ഒരിക്കൽ കൂടി വായിച്ചോ. 19 മുതലുള്ള വചനം പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ഇനി അടുത്തത്, എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി, വായിച്ചേ, നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴി, അല്ലെ, പൂർത്തിയാക്കണം, അത് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിലൊരു കാര്യം വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ പോകണമെന്ന്, അല്ലേ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളെല്ലാവരും ഒരു വഴിയിലൂടെ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വഴിയെ പറ്റിയാണ് 20ാമത്തെ വചനം വായിച്ചേ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യില്ല? പ്രവേശിക്കില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണെന്നറിയാമോ? അതായത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അവരങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലേ? അപ്പൊ ഈശോ പറയുകയാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ കുറെ കൂടി കാര്യമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവത്തോട് കുറെ കൂടി ആഴമായ ഒരു ബന്ധത്തിലേക്ക് പോകണമെന്നുമാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്ന ഒരു ജീവിതക്രമത്തിലൂടെ ജീവിച്ചു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മെച്ചമാണ് ഉള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാട്ടിക്കൊടുക്കുക. അല്ലെ, ലോകത്തിലുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? അവരവരെ സ്നേഹിക്കുന്നവരെ അവരെന്ത് ചെയ്യുന്നു? തിരിച്ച് സ്നേഹിക്കുന്നു. അതാണ് ഈശോ പഠിപ്പിച്ച ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ലോകത്തിലെ മറ്റ് നേതാക്കന്മാരിൽ നിന്ന് ഈശോ എന്ന് പറയുന്ന ഒരു ദൈവത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്, യേശു എന്ന ആ ചെറുപ്പക്കാരനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് വേറൊരാളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്? വേറൊരാളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതായത് മേലങ്കി എടുക്കുന്നവന് ഉടുപ്പ് കൂടി കൊടുക്കുക, അല്ലെ, ഒരു എക്സ്ട്രാ കൊടുക്കുക,
1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് 2 ദൂരം പോകുക. വായ്പ ചോദിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ച് എന്ത് ചെയ്യരുത്? വായ്പ കൊടുക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ അതേ രീതികളിലാണ് ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നീ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി നല്ലതായിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ആൻഡോ അക്കര എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അതൊരു സുവിശേഷ പ്രഘോഷകനാണ് ആൻഡോ അക്കര. നിങ്ങൾ ഒറീസയിൽ കാൻഡമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു വർഗീയ കലാപം നടന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ തീവെച്ചും വെടിവെച്ചും വെട്ടിക്കൊന്നും അനേകം ആളുകളുടെ കുടുംബങ്ങൾ ഇല്ലാതാക്കിയിട്ട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഒരു ഗ്രാമം തന്നെ കത്തിച്ചു കളഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടാകും അല്ലേ? ഒറീസയിലെ ഒരു മതപീഡനം അല്ലെ, വർഷങ്ങൾക്ക് മുൻപാണ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ആ സമയത്ത് ഒറീസയിൽ ഇങ്ങനെ ഒരു മതപീഡനം നടന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പൗരോഹിത്യ സെമിനാരി പരിശീലനത്തിൻ്റെ 2ാമത്തെ വർഷം തോന്നുന്നു, 2006 2007 ഞാൻ ഓർക്കുന്നില്ല. അവിടെ ആ സമയത്ത് ഒറീസയിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, അച്ഛൻ്റെ പേര് തോമസ് ചെല്ലൻ എന്നാണ്. അവിടുത്തെ വികാർ ജനറലായിരുന്നു ഈ ഒറീസയിൽ ഈ പറയുന്ന കാൻഡമാൽ എന്ന് പറയുന്ന സ്ഥലത്തെ അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ ഈ മതപീഡനത്തിന് ശേഷം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അച്ഛനെ ഒരു നുകത്തിൽ കെട്ടി വലിച്ചു. റോഡിലൂടെ നുകത്തിൽ പൂർണ്ണ നഗ്നനായിട്ട് ഈ കാളയ്ക്ക് പകരം ഈ അച്ഛനെ കെട്ടി ഒരു നുകത്തിനകത്ത് കെട്ടി വലിച്ചു. അങ്ങനെ അച്ഛൻ്റെ ഈ ദേഹം മുഴുവനുമുള്ള തൊലി മുഴുവനും പോയിട്ട് അച്ഛൻ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ അച്ഛനെ രക്ഷപ്പെടുത്തി. പ്രായമുള്ളൊരച്ഛനാണ്. അങ്ങനെ ആ അച്ഛന് ഒത്തിരി ശാരീരികമായ ബുദ്ധിമുട്ടോടുകൂടി, അദ്ദേഹത്തിൻ്റെ വീട് തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ടാണ്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം ആ ഭാഗത്ത് വന്നപ്പോൾ സെമിനാരിയിലെ അച്ഛന്മാർ ഈ അച്ഛനെ സെമിനാരിയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രാത്രിയിൽ പിന്നെ അത്താഴമൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് ഓഡിറ്റോറിയത്തിൽ ഈ അച്ഛനെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള പീഠമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അവിടെ പോയി നിന്ന് ഇങ്ങനെ മൈക്കിലൂടെ പറയാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കസേര എടുത്തിട്ട് സ്റ്റാൻഡൊക്കെ ഇട്ട് മൈക്കൊക്കെ വെച്ചിട്ട് ഇരുന്നാണ് സംസാരിച്ചത്. കാരണം എഴുന്നേക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രയാസമാണ്. അരമണിക്കൂറാണ് അദ്ദേഹം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് ഈ ടോക്കൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 11 മണിയായി. അപ്പോൾ 9 മണി മുതൽ ഈ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന പീഡനത്തിലൂടെ കണ്ട ആളല്ല, കൊണ്ട ആളാണ്. മനസ്സിലായി? കണ്ട ഒരാളല്ല, പത്രങ്ങളിൽ നിന്നോ അവിടെ പിന്നെ വാട്സപ്പിലൂടെയോ അറിഞ്ഞ ആളല്ല, അദ്ദേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അപ്പം അച്ഛനെ അവിടുത്തെ കണ്ടാൽ നമുക്ക് ഈ മൈക്കിലൂടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരതകളാണ് അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടും കർത്താവിനെ പിന്നെന്താണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന് കരുതുന്ന ആളുകളോട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരന്മാർ ചെയ്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, എനിക്കറിയില്ല, ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ ഒരു ടാറ്റ സുമോയ്ക്കകത്തിട്ട് പച്ചയ്ക്ക് കത്തിച്ചു വന്നൊരു നാടാണ് നമ്മുടെ നാട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ ചരിത്രം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഈ പല ഭാഗങ്ങളിലേക്കും പോയിരിക്കുന്ന മിഷണറിമാരിൽ ഏറ്റവും കൂടുതൽ മിഷണറിമാർ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കാൻഡമാലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഏകദേശം 80% ഇന്ന് അവിടെ കാൻഡമാലിൽ ക്രിസ്ത്യാനികളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ഈ രക്തസാക്ഷികളുടെ രക്തം വീണാൽ അവിടെ സഭ നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് സഭ തഴച്ചു വളരുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തോമസ് ചെല്ലൻ അച്ഛൻ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളന്ന് വൈദികരാകാൻ പഠിക്കുന്ന കൊച്ചു സെമിനാരി വിദ്യാർത്ഥികളാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ കുടുകൂടാ കരഞ്ഞു. കാരണം അച്ഛൻ്റെ അനുഭവങ്ങൾ കേട്ടാൽ ഒടുവിൽ മാത്രമേ ഉള്ളതുകൊണ്ട് അച്ഛൻ ഈ ഷർട്ട് ഊരിട്ട് ഞങ്ങളെ കാണിച്ചപ്പോൾ നമുക്ക് ഒന്നേ നോക്കാൻ പറ്റത്തുള്ളൂ. കാരണം അച്ഛൻ്റെ ശരീരം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏശയ്യാ 53 എൻ്റെ മുതുകിൽ അവർ ഉഴുവുചാൽ തീർത്തു. മനസ്സിലാവുന്നുണ്ടോ? സഹനപുത്രനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ മുതുകിൽ അവരെന്ത് ചെയ്തു? ഉഴവുചാല് തീർത്തു. അല്ലേ? കാളയെ കൊണ്ട് കണ്ടം പൂട്ടുമ്പോൾ ചാലിങ്ങനെ കീറിപ്പോകുമ്പോൾ അല്ലേ നമുക്കത് കാണാം, ചാലിങ്ങനെ കീറിയിരിക്കുന്നു പറഞ്ഞതുപോലെ മർദ്ദിച്ച് അച്ഛൻ്റെ ദേഹം മുഴുവൻ, അച്ഛൻ്റെ ഈ മുതുക് മുഴുവൻ അട്ടികൊണ്ട പാടുകളാണ്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ റോഡിലൂടെ, കോൺക്രീറ്റ് റോഡിലൂടെ പിടിച്ച് നിരക്കി വലിച്ചു കൊണ്ടുപോയ എൻ്റെ പാടുകളാണ് ശരീരം മുഴുവൻ. അങ്ങനെ ഈ അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചു. അച്ഛനെ മാത്രമല്ല, ആ പള്ളികളെല്ലാം കത്തിച്ചു, സക്രാരികളൊക്കെ തീയിട്ടു, അൾത്താരകൾ തീയിട്ടു, എല്ലാം അല്ലെ കിട്ടിയതും കൊണ്ട് ഓടി. അല്ലേ? അച്ഛൻ പറയുന്നത്, അച്ഛനൊക്കെ പോയപ്പോൾ ഒരു കാര്യം മാത്രമേ എടുത്തോണ്ട് ഓടിയുള്ളൂ. വനത്തിലേക്ക് ഓടിപ്പോയപ്പോൾ ഈ സക്രാരി പെട്ടിയും കൂടെ എടുത്താണ് പോയത്. വേഗം എടുത്തിട്ടില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സക്രാരിയും കൊണ്ടാണ്, അൾത്താരയിൽ സക്രാരി ഇരിക്കണം, അത് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് തുറന്ന് സക്രാരിയും കൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടി. അങ്ങനെ ഒരു കാലം, അത് നമ്മുടെ ഭാരതത്തിൽ നടന്നൊരു കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ആൻഡോ അക്കര എന്ന് പറയുന്ന ആള്
കാൻഡമാലിലെ ആദിവ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മനോഹരമായ ഒരു പുസ്തകമാണ്. അവിടെ പിന്നീട് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചാൽ തന്നെ നമ്മൾ തലറങ്ങി വീഴും. അപ്പൊ അദ്ദേഹം ഒരു ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വികാരം ഉണർന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന്മാര് യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങൾ. അപ്പൊ അദ്ദേഹം എന്താണ്, ഇത് നിയമമാണല്ലോ, ഭരണഘടന അനുശാസിക്കുന്ന നിയമമാണ് ഒരാൾക്ക് രാജ്യത്ത് ജീവിക്കാനുള്ള. അപ്പൊ ഭരണഘടനാപരമായ ഒരു ലംഘനം നടന്നു എന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകനായി ഇദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് പരിചയമുള്ള കുറെ അഡ്വക്കേറ്റ്സുമാരെ, വക്കീലുമാരെയൊക്കെ കൊണ്ട് ഇവർക്ക് നീതി നടത്തി കൊടുക്കാനും നഷ്ടപ്പെട്ടു പോയ ഇവരുടെ കടപ്പാടം തിരികെ ഗവൺമെന്റിൽ നിന്ന് തന്നെ കൊടുക്കാനൊക്കെ ആയിട്ടൊരു സമരം ആരംഭിച്ചു. അങ്ങനെ ആ സമരത്തിന്റെ ഭാഗമായിട്ട്, സമരം എന്ന് പറയുമ്പോൾ വലിയ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് റോഡിലിറങ്ങി വടിവാളും വെച്ചുകൊണ്ടുള്ള സമരമല്ല, മറിച്ച് ആത്മീയ സമരമാണ്. അദ്ദേഹം എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെയുള്ള ഇവർക്ക് ഇതൊന്നും അറിയില്ല, കാരണം വിദ്യാഭ്യാസം കുറവായ പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് അവരുടെ കടമയെ പറ്റിയും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റിയും അവകാശങ്ങളെ പറ്റിയും ഒക്കെ അറിയാത്ത ആളുകളാണ്. അപ്പോൾ അവർ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ പറയുന്ന അടിമകളായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവർക്ക് അറിയില്ല ഇതെന്താ, അതിൻ്റെ സത്യം എന്താണ്, ഭരണഘടന എന്താണെന്ന് അവർക്കറിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാർ പറയുന്നത് നീ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? ചെയ്തു, എപ്പോൾ ചെയ്തു? പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, തെളിവുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പോയിന്റ് അതല്ല, ഇത് പറയാൻ വേണ്ടി ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കേസുകളൊക്കെ ഫയൽ ചെയ്തു. അതായത് ഓരോരുത്തരും അവരവരെ ഉപദ്രവിച്ചത്, അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ വെച്ചിട്ട് കേസ് നമ്പർ 1, 2, 3 എന്ന് എഴുതിയിട്ടു. കാരണം ഇതുകൊണ്ട് വേണം ഡൽഹിയിൽ പോകാൻ. ഡൽഹിയിൽ പോയിട്ട് അവിടെയുള്ള മിനിസ്ട്രിയിൽ പോയിട്ട് വേണം ഈ ഫയലുകൾ ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ കേസുകളെല്ലാം കൊണ്ട് അതിൻ്റെ ഫയലൊക്കെ ആയിട്ട് ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് എന്തൊക്കെയോ ചില വിധികളായി ഇവർക്ക് വീടുകളൊക്കെ ഗവൺമെന്റിൽ തന്നെ വെച്ചു കൊടുക്കാനുള്ളൊക്കെ ഉള്ള പെർമിഷൻ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, അനുകൂലമായ ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് ലഭിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഴിയായിട്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കാൻഡമാലിൽ നിന്ന്, ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരാളെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. കാരണം എന്തെങ്കിലും നഷ്ടപരിഹാരം ഗവൺമെന്റിൽ നിന്ന് കിട്ടണം. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരെ കണ്ട് കൊല്ലപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ഒത്തിരി ദുരന്തങ്ങൾ നടന്നു, കടപ്പാടം മുഴുവൻ നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. ഒരു മനുഷ്യൻ ഏകാന്തനായി സങ്കടം വരും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടാൽ. അദ്ദേഹത്തെയും കൊണ്ട് എവിടെ പോയി? ഈ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ ചെന്ന് ഈ രേഖകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു അപകടം പറ്റിയതായിട്ട് പോലീസിന്റെ രജിസ്റ്ററിൽ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സഹായം ഉറപ്പായിട്ടും കൊടുക്കാമായിരുന്നു. അപ്പോൾ ഈ ആൻഡോ അക്കര എന്ന് പറയുന്ന വ്യക്തിക്ക് ദേഷ്യം വന്നു. അതായത് ഡൽഹി വരെ ഇവരെയും കൊണ്ട് ചുവന്നുകൊണ്ട് പോയപ്പോൾ, അല്ലേ, എല്ലാവരോടും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണമെന്നും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താണ്. ഈ മനുഷ്യൻ അതുപോലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആ രജിസ്റ്ററിൽ പേരുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു വീടും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഡൽഹി വരെ വന്നിട്ട് ഈ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഈ മനുഷ്യനെ കൊണ്ട് ഈ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, ഒരു കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുകയുള്ളൂ എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ തറയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കയ്യിൽ ചെറിയൊരു ക്രൂശിത രൂപമുണ്ട്, പകുതി ഒടിഞ്ഞു പോയ ഒരു ക്രൂശിത രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ചേട്ടന് ആ ഓഫീസിന്റെ വരാന്തയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. മനസ്സിലുണ്ട്? കസേരയിൽ ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് പേടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആൻഡോ അക്കര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു കേസെങ്കിലും കൊടുത്തു കളഞ്ഞത്? കൊടുത്തിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വീട് കിട്ടുമായിരുന്നില്ലേ? ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിയല്ലോ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇനി കിട്ടാത്ത എന്താണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് അല്പം ദേഷ്യത്തോടു കൂടി ആൻഡോ അക്കര ചോദിക്കുമ്പോൾ ആൻഡോ അക്കര പറയുകയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞ് നേരെ നോക്കി പറയാനുള്ള ഒരു പേടി, ആൻഡോ അക്കരയുടെ മുഖത്ത് നേരെ നോക്കി പറയാനുള്ളൊരു പേടി കൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ വിശ്വസിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്നത് കേസ് കൊടുക്കരുതെന്നാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന യേശു എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലെ, വിദ്യാഭ്യാസം ഇല്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടിക്കെട്ടി എഴുതാൻ അറിയാത്ത ആളാണ്, ബൈബിൾ കൊടുത്താൽ വായിക്കാൻ അറിയാത്ത ആളാണ്. അദ്ദേഹം സുവിശേഷ പ്രഘോഷണങ്ങളിൽ നിന്നും സഭായോഗങ്ങളിൽ നിന്നുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ദൈവവചനങ്ങൾ കേട്ട് കയ്യിൽ പകുതി ഒടിഞ്ഞ ഒരു കുരിശുമായിട്ട് ഡൽഹിയിലെ ഒരു ഉന്നത ഓഫീസിന്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേസ് കൊടുക്കരുതെന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ഇതാണ് ഈശോ പറഞ്ഞ നീതി. നിങ്ങളുടെ നീതി ഫരീസയരുടെ നീതിയെ എന്ന് പറഞ്ഞാൽ, നമുക്ക് കേസ് കൊടുത്തു, നമ്മൾ മറു കേസ് കൊടുത്തു, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമ്മൾ ചിന്തിക്കും. അത് ലോകത്തിന്റെ ചിന്തയാണ്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ നീതിയും നിങ്ങളുടെ പ്രവൃത്തിയും ഈ ലോകത്തെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും സാധാരണപ്പെട്ട
മനുഷ്യരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? എന്നിട്ട് ആൻഡോ അക്കരെ പറയുകയാണ്, ഇന്ത്യയിൽ ആദ്യമായി ഇത്രയും ആഴത്തിലുള്ള ഒരു സുവിശേഷകനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹം പറയണം, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വിശ്വാസത്തിൽ ആഴമുള്ള ഒരാള്, അല്ലേ, അയാൾക്ക് ഒരു ചെറിയൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ 4 ലക്ഷം രൂപ കൈ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഒരു വീട് കിട്ടുമായിരുന്നു, 4 പശുക്കളെ കിട്ടുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത്, എനിക്കങ്ങനെ എൻ്റെ സഹോദരനെതിരെ, എന്നെ ഉപദ്രവിച്ച എൻ്റെ സഹോദരനെതിരെ, എൻ്റെ മക്കളെ ചുട്ടുകൊന്ന എൻ്റെ സഹോദരനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അനുവദിക്കുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു വഴി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും പോകുന്ന ഒരു വഴിയിലൂടെ, എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയിലൂടെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന് കടന്നു വരാൻ പ്രയാസമാണ്. എല്ലാവരും ചിന്തിച്ചൊരു വഴികളിലൂടെയല്ല. എല്ലാവരും ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൾ പാപിയാണ്, ഇവളെ കല്ലെറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഈശോയ്ക്കറിയാം ഇവൾ പാപിനിയാണ്. ഇന്നലെ രാത്രി കൂടി ഇവൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. കാരണം 139 സങ്കീർത്തനമാണ്. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ നടപ്പും കിടപ്പും കിതപ്പും ഞാൻ തിരിച്ചറിയുന്നു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ അത് ഞാൻ അറിയുന്നു. ഒരു വാക്ക് നിന്റെ നാവിൻ തുമ്പിൽ എത്തുന്നതിന് മുമ്പേ അത് ഞാൻ അറിയുന്നു. പാവനിയ സ്ത്രീ പോയിട്ടുള്ള കംപ്ലീറ്റ് റൂട്ട് മാപ്പും ആരുടെ കയ്യിലുണ്ട്? യേശുവിന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് തന്റെ പാദത്തെങ്കിൽ കൊണ്ട് നിർത്തിയിട്ട് വലിയ കല്ലെടുത്തിട്ട്, ഒരു കല്ല് കർത്താവിന്റെ കയ്യിലേക്ക് ഒരാൾ നീട്ടുന്നുണ്ട്. കല്ലില്ലെങ്കിൽ കുനിയണ്ട, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് ഒരാൾ കല്ല് കൊടുക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കല്ല്? എന്തിനാണ് ഈ കല്ല്? ആ കൂട്ടത്തിൽ 100 പേരുണ്ടെന്ന് വിചാരിക്കുക. വന്ന 100 പേരുണ്ട്. 101-ാമനായിട്ട് യേശുവുണ്ട്. 100 പേരും പറയുകയാണ്, ഈ സ്ത്രീ പാപിനിയാണ്. തെളിവുണ്ട്, ഇഷ്ടം പോലെ തെളിവുണ്ട്, അല്ലെ? CCTV ഫുട്ടേജ് ഒക്കെ കയ്യിലുണ്ട്. കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. എല്ലാ കംപ്ലീറ്റ് കോൾ റെക്കോർഡർ കയ്യിലുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, എല്ലാവരും 100 പേരും, 101 പേരാണ് അവിടെ ഉള്ളത്, 100 പേരും പറയുകയാണ് ഒരാൾ പാപിയാണ്, ഒരാൾ പാപിയാണ്. പക്ഷേ 101-ാമത്തെ ഒരാൾ മൗനം പാലിച്ചിട്ട് അയാൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 101-ൽ പലരും അത് പറയണമേ എന്ന് കർത്താവ് ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആരും പറഞ്ഞില്ല. ആരും പറയാത്തത് കൊണ്ട് കുനിഞ്ഞ ശിരസോടെ, അതായത് ഇങ്ങനെ ഒരു സമൂഹത്തിലാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നുകൊണ്ടാവാം കർത്താവ് കുനിഞ്ഞിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്, അല്ലെ? കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്താണ് കർത്താവിന്റെ ശിരസ് കുനിഞ്ഞു പോയത്? ഇത്രയും നാള് 3 വർഷക്കാലം ഈ മരുഭൂമിയിൽ സുവിശേഷം പറഞ്ഞിട്ട് ഒരാൾക്ക് പോലും ഈ സ്ത്രീയെ നമുക്ക് ഒരു തവണത്തേക്ക് ക്ഷമിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് കണ്ടിട്ട്, ആ വിശ്വാസത്തിന്റെ കുറവ് കണ്ടിട്ടാകാം കർത്താവ് എന്ത് ചെയ്തത്? കുനിഞ്ഞിരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് പരിശോധിക്കേണ്ടത്, ഈ നോമ്പ് കാലത്ത് പരിശോധിക്കേണ്ടത്, കുറെ ഭക്ഷണം മാറ്റിവെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സന്യാസികളായി മാറുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയുന്നുള്ളതല്ലാതെ അതൊക്കെ ഒരു ആത്മീയ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. അത് മാത്രമാണ് നോമ്പ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മുടെ പ്രവൃത്തി കണ്ട് ഒരാൾക്ക് ഒരു അത്ഭുതം തോന്നണം. ഇങ്ങനെയും ഒക്കെ ജീവിക്കാമോ, ഇങ്ങനെയൊക്കെ നന്നായിട്ട് ചിന്തിക്കാമോ, അല്ലെ? ആളുകൾ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയും ചിന്തിക്കുമല്ലോ എന്നൊക്കെ. അങ്ങനെയല്ല, പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് ഒരാൾ പറയണം, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലേ, ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ടല്ലേ, അല്ലേ? നിങ്ങൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ, അല്ലെ, നല്ല നല്ല ചില വീഡിയോകളുണ്ടല്ലോ. എന്താണ്, കൊലയും കൊലവിളിയും പിന്നെ അടിയും പിടിയൊന്നുമല്ല, നല്ല നല്ല നാട്ടിലൊക്കെ നടക്കുന്ന നല്ല നല്ല ചില കാര്യങ്ങളൊക്കെ ഉള്ള ചില വീഡിയോകൾ, അല്ലെ? അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള യൂട്യൂബ് കമൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ, അല്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ചില ആളുകളെങ്കിലും എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഇന്നും ഉണ്ടല്ലേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില നല്ല നല്ല വീഡിയോകളുടെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇന്നും ഉള്ളത് കൊണ്ടാണ് കേരളം ഇന്നും ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു ഇതാണ്. മറിച്ച് ഒത്തിരി നെഗറ്റീവ് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. അപകടങ്ങൾ, അപകട മരണങ്ങൾ, തലവെട്ടുന്നത്, കാലുവെട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സകല പാപങ്ങളും തിന്മകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കൂട്ടത്തിൽ നല്ല ഒരു, അല്ലേ, വേനൽക്കാലത്തൊരു മഴ പോലെ ചില നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ദൈവമേ, ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നവരുണ്ടോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? വഴിയിൽ വെച്ച് കണ്ട ഒരാൾക്ക്, വഴിയിൽ വെച്ച് ബസ് യാത്രയിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ളൊരു ബസ് യാത്രയിൽ കൂടെ ഇരുന്ന് ഒരാൾ യാത്ര ചെയ്യുകയാണ്, അല്ലേ? കുറേ മുന്നോട്ട് പോയപ്പോൾ കുറേ സമയമുണ്ട്, 3-4 മണിക്കൂറുണ്ട് യാത്ര തൃശ്ശൂരെത്താൻ. ആ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിക്കണം. അടുത്തിരുന്ന ആള്, രണ്ടുപേരും തമ്മിൽ ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് 5-6 സീറ്റുകളിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ച് തൃശ്ശൂർ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആള് തൻ്റെ കൂടെ ഇരുന്ന മറ്റേ ആളോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം, അടുത്ത മാസം ഞാൻ അഡ്മിറ്റ് ആവാം. എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ യാത്രക്കിടയിലാണ്, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്. ഈ യാത്രക്കിടയിലാണ് കൂടെ ഇരുന്ന ആൾക്ക് കിഡ്നിയുടെ അസുഖമാണെന്നും അയാൾ പുതിയൊരു കിഡ്നി അന്വേഷിക്കുകയാണെന്നും ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ഈ വ്യക്തി മരിച്ചു പോകുമെന്നും ഈ കൂടെ ഇരുന്ന ആൾ അറിയുന്നത്. തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ തോളിലേക്ക് കൈവച്ചിട്ട് ഈ രണ്ടാമൻ പറയുകയാണ്, അടുത്ത മാസം 21-ാം തീയതി അല്ലേ ഓപ്പറേഷൻ, എന്നെ വിളിച്ചാൽ മതി. അടുത്ത മാസം 21-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പറയുന്ന ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ കിഡ്നി തരാൻ ഞാൻ തയ്യാറാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പേരാണ് ഫാദർ ഡേവിസ് ചിറമേൽ. തൃശ്ശൂരുള്ള രചന മനസ്സിലാവുന്നുണ്ട്. ഇന്ന് കിഡ്നി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ തന്നെ അച്ഛൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ ഇരുന്ന ആൾക്ക് യാത്ര ചെയ്ത ആളാണ്, മനസ്സിലാവുന്നുണ്ട്. കൂടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള 3.5 മണിക്കൂർ യാത്രക്കിടയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് കിഡ്നി കൊടുക്കുന്ന ഒരു ബന്ധത്തിലേക്ക് മനുഷ്യനെത്താൻ പറ്റിയാൽ ബാക്കിയുള്ളവരിങ്ങനെ ചിന്തിക്കാണ്, കർത്താവേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ. ഒരാൾക്കൊന്ന് എഴുന്നേറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അന്നേരം ഉറക്കം പിടിക്കുന്ന ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒട്ടും ഉറക്കം വന്നില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ വയ്യാത്തവരോ കല വയ്യാത്തവരോ ഗർഭിണികളോ വന്നാൽ പുറത്തേക്ക് നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഉറങ്ങി വീഴുന്ന ആളുകളാണ് നമ്മൾ. നമ്മളെ കണ്ടും ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെയും ആകാമല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഡേവിസ് അച്ഛനെ കണ്ടപ്പോഴും ആളുകൾ ചോദിച്ചു ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ക്രിസ്മസ് കാലത്ത്, ഈ നോമ്പ് കാലത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു എക്സ്ട്രാ മൈലാണ്, അല്ലെ? എക്സ്ട്രാ മൈലേജ് എന്നൊക്കെ പെട്രോളിനെ പറ്റിയുള്ള പരിസ്ഥിതികൾ കണ്ടിട്ടില്ല. എക്സ്ട്രാ മൈലേജ് എന്ന് പറയുന്നത് പോലെ ഒരു എക്സ്ട്രാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ, അല്ലെ, കർത്താവ് നമ്മളോട് ഇന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ നീതി പരീസയരുടെയും സദൂക്കായരുടെയും നീതിയെ എന്ത് ചെയ്യണം? അതിശയിക്കണം. അല്ലെ, നിങ്ങളിന്ന് ഈ വേറ്റിക്കോണം പ്രദേശത്ത് ജീവിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റൊരാൾ എൻ്റെ ജീവിതത്തെപ്പറ്റി പറയണം, ഇത്ര സുന്ദരമായിട്ട് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാമല്ലേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കാര്യം നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ എങ്കിലും അതിന് മീതെ സന്തോഷത്തോടെ ജീവിക്കാൻ, അല്ലേ, നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു എക്സ്ട്രാ കെയറോടുകൂടി ജീവിക്കാൻ, ഒരു വ്യത്യസ്തമായ ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു ദൈവാനുഗ്രഹമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോ പറഞ്ഞത്, ഈശോയുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ നിയോഗം എന്താണ്? ഈശോ എന്തിനു വേണ്ടി വന്നതാണ്? ഞാൻ പറയില്ല, പറഞ്ഞു. പൂർത്തിയാക്കാൻ വന്നതാണ്. എന്തിനു വന്നതാണ്? പൂർത്തിയാക്കാൻ വന്നതാണ്. ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കും. അപ്പൊ അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ വന്നത്? പറഞ്ഞ എന്തിനാണ് വന്നത്? ഈശോ വന്നത് എന്തിനാണ്? പൂർത്തിയാക്കാൻ. എന്ത് പൂർത്തിയാക്കാനാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പൂർത്തീകരിക്കാനായിട്ടാണ് ആര് വന്നത്? ദൈവം വന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി. ഞാനിത് പൂർത്തിയാക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? കർത്താവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇനി എന്താണ് ഈശോ പൂർത്തിയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? അല്ലേ, ഒത്തിരി കാര്യങ്ങൾ ഈശോ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകം എടുത്തേ 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിലെ സംഭവം എന്താണ്? ആദ്യ പാപമാണ്, അല്ലേ? ആദ്യത്തെ പാപം, അല്ലെ? എന്തായിരുന്നു ആ പാപം? എന്താണ് പാപം? എന്താണ് ആദ്യത്തെ പാപം? എന്താണ്? വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അല്ലേ? ഭക്ഷിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു, അല്ലേ? നമ്മൾ നേരത്തെ മത്തായി 5 ഒരു വചനം വായിച്ചു. എന്താണ് വചനം? സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? അതാണ്. നിയമം ലംഘിക്കുകയും ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും, അല്ലേ? അപ്പൊ ഇവിടെ ഹൗവ ചെയ്ത പാപം എന്താണ്? അവൾ വചനം ലംഘിച്ചു, അല്ലെ? തിന്നരുത് എന്ന് ദൈവം പറഞ്ഞ വചനത്തെ ഹൗവ അമ്മച്ചി എന്ത് ചെയ്തു? ലംഘിക്കുകയും ആദം അപ്പച്ചൻ അത് അതുപോലെ വിഴുങ്ങുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? കാര്യം രണ്ടുപേരും വലിയ കുരുക്കിലേക്ക് എത്തിപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് CCTV ഉള്ള കാര്യം ഈ ആദവും ഹൗവയും അറിഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവ് ഇതെല്ലാം മേളിൽ ഇരുന്ന് കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വന്നിട്ട് വിളിച്ചു, അല്ലേ? ആദം, നീ എവിടെയാണ്? അപ്പോൾ ആദ്യത്തെ പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യരെന്ത് ചെയ്തു? പോയി ഒളിക്കുകയാണ്, അല്ലെ? 8 മുതലുള്ള വചനം വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം. അവിടെ മുതൽ വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകും. 8 മുതലുള്ള തിരുവചനം വായിച്ചേ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ്
തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അല്ലേ? അപ്പോൾ ഒരു തോട്ടം മുഴുവൻ ദൈവം നൽകിയിട്ട് ഇപ്പോൾ ഇവരെ ആയിരിക്കുന്ന അവസ്ഥ എവിടെയാണ്? അല്ലെ, ഒരു വലിയ പൂന്തോട്ടം നൽകിയിരിക്കുകയാണ്. അല്ലെ, ഏക്കർ കണക്കിന്, ആരുമില്ല, വേറെ ആരുമില്ല, ശല്യപ്പെടുത്താനൊന്നും വേറെ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അല്ലെ, ഒരു വലിയ വിശാലമായ ഏദൻ തോട്ടം നൽകിയിട്ട് ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ്? അവർ ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കഴിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പഴങ്ങളുണ്ട്. ഏതെങ്കിലും പഴങ്ങൾ ഇവർ കഴിക്കുകയോ ഏതെങ്കിലും പഴങ്ങൾ പറിക്കാൻ ഇവർ പോവുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവരെന്ത് ചെയ്യുകയാണ്? ഒളിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാകും. അതായത് ശ്രദ്ധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്തെന്നറിയാമോ? അതായത് നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ദൈവം ഇട്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്, നമുക്ക് മുൻപിൽ ദൈവം ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ ഇട്ടാവട്ടമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് മുൻപിൽ ദൈവം ഇട്ടിരിക്കുന്നത് വലിയൊരു സാമ്രാജ്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം എടുക്കണ്ട, കേട്ടാ മതി. 10-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. പ്രഭാഷകൻ 10-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം, അഹങ്കാരം മൂലം സാമ്രാജ്യങ്ങൾ നിനക്ക് കൈവിട്ടു പോകും എന്നൊരു വചനമുണ്ട്. അപ്പൊ നമ്മുടെ മുൻപിൽ ദൈവം ഇട്ടിരിക്കുന്നത് ഒരു ഇട്ടാവട്ട പ്രദേശമല്ല, 2 സെന്റ് സ്ഥലമല്ല. നമ്മുടെ മുൻപിൽ ദൈവം ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വലിയ സാമ്രാജ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മേഖലകളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകും. നിങ്ങളെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു 30 വർഷം മുമ്പ്, നിങ്ങളെല്ലാവരും എടുത്തോ, ഒരു 30 വർഷം മുൻപ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരാൾക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കും. അതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്? അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും പള്ളി വരികയും ദൈവത്തെ വിളിക്കുകയും കുരിശു വരയ്ക്കാൻ മറന്നു പോകാതിരിക്കുകയും ചെയ്യുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? അല്ലേ? അതാണ് കർത്താവ് പറഞ്ഞത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. കാരണം അതുമൂലമാണല്ലോ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നത്. അല്ലേ? ചില വേദനകൾ ഉള്ളത് കൊണ്ടാണ് ദൈവമേ എന്നെങ്കിലൊരു വിളിക്കുന്നത്. മനസ്സിലാവുന്നു? ചില നടുവേദനകളും തലവേദനകളും ഉള്ളത് കൊണ്ടാണ് തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളി വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് ടൂർ പോയാനെ. മനസ്സിലാവുന്നുണ്ട്? ഇച്ചിരി പിടുത്തമൊക്കെ ഉള്ളത് കൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങ് പോരുന്നത്, പള്ളിയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ദുരിതങ്ങൾ നമുക്ക് ഉപകാരമായി എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഏദൻ തോട്ടം കൊടുത്തിട്ട് മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവനിപ്പോ എവിടെയാണ്? വായിച്ചേ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ എന്ത് കേട്ടു? ശബ്ദം കേട്ടു. പക്ഷെ അവർ ദൈവത്തെ കാണുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവരെന്ത് ചെയ്യാണ്? അവർ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ദൈവത്തിന്റെ മുൻപിലായിരുന്നു, ദൈവത്തോടൊപ്പം വർത്താനമൊക്കെ പറഞ്ഞ് കപ്പലണ്ടിയൊക്കെ തിന്നിരുന്ന ആളുകള് ഇപ്പൊ 2 പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? അവർ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാൻ പോലും മടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവർ പിന്നിലേക്ക് ഒളിച്ചിരിക്കുന്നു. ഇതാണ് ചില ആളുകളുടെ അവസ്ഥ. ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കടക്കാരെ പേടിച്ച് മാത്രമല്ല, അവർക്ക് എല്ലാത്തിനോടും വലിയ അകൽച്ചയാണ്. ഒന്നിനോടും ഒരു തൃപ്തിയില്ല. ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല. അവർക്ക് എല്ലാവരും ചിരിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആൾക്കൂട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മുടെ ഒരു ദുരിതമാണ്. ഇപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവൻ ഒളിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അടുത്ത വചനം വായിച്ചേ. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? കണ്ടോ? എവിടെയാണ് ചോദിക്കേണ്ടി വന്നു. ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടവനെ കർത്താവ് അന്വേഷിച്ച് നടക്കുകയാണ്. നീ ഇപ്പോ എവിടെയാണ്? അല്ലെ, ആദം നീ എവിടെയാണ്? വേറെ അറിയൂ. ഇപ്പൊ നീ എവിടെയാണെന്ന് പറഞ്ഞാൽ കാണുന്നില്ല. ഇവനെ കാണേണ്ട സ്ഥലത്ത് കാണുന്നില്ല. ഇവൻ ഉണ്ടാകുമെന്ന് ദൈവം വിചാരിച്ച ഇടങ്ങളിൽ ഇവനില്ല. ഇവൻ പോയിരിക്കുകയാണ്. ഇവന്റേതായ വഴികളിലൂടെ പോയിരിക്കുകയാണ്. അപ്പൊ അവൻ ഒളിച്ചുപോയി. വായിച്ചേ. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ എന്ത് മറുപടി പറഞ്ഞു? തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ എന്ത് ചെയ്തു? കേട്ടു. പക്ഷെ ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല? കണ്ടില്ല. കണ്ടോ? അതാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണത്. കേൾക്കുന്നതേ ഉള്ളൂ, കാണുന്നില്ല. ഇനി അടുത്തത്, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഭയന്ന് ഒളിച്ചു. അതാണ് അല്ലെ, ഞാൻ നഗ്നനായത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ആരായിരുന്നു? നഗ്നനായിരുന്നു. അല്ലെ, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭയന്നു. 3-ാമത്തത് എന്താണ്? ഞാൻ അതുകൊണ്ട് ഒളിച്ചു.
ഈ ക്രിസ്മസ് കാലത്ത് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വിടുതൽ ഈ 3 മേഖലകളിൽ നിന്നാണ്. മനസ്സിലാവുണ്ട്? ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സിലാകും. നഗ്നനായിരുന്നു. നഗ്നത എന്ന് പറയുന്നത് ശരീരത്തിന്റെ നഗ്നതയല്ല, മറിച്ച് ആത്മാവിന്റെ നഗ്നതയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വേണ്ടുന്ന കവറിംഗ് ഇല്ല. ആത്മാവിന്റെ കവറിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? കൂദാശകളാണ്. കൂദാശ, മഹത്വത്തിന്റെ വസ്ത്രം, അതാണ് മാമോദീസ. അനുരഞ്ജനത്തിന്റെ തൈലം, അതാണ് കുമ്പസാരം. ജീവന്റെ അപ്പം, അതാണ് പരിശുദ്ധ കുർബാന. ഇതൊക്കെ ആത്മാവിനുള്ളതാണ്. ഇതില്ല. അത് മുഴുവൻ നഷ്ടപ്പെട്ട് ആത്മാവ് ഒരുമാതിരി നഗ്നനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. മനുഷ്യന് സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? നമുക്ക് റോഡിലൂടെ ഒക്കെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? നഗ്നരായിട്ടൊക്കെ നടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊക്കെ രോഗങ്ങളുള്ള ആളുകളൊക്കെ റോഡിലൂടെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ശരിയായ രീതിയിൽ വസ്ത്രമൊക്കെ ധരിക്കാതെ. എന്ന് പറഞ്ഞാൽ അവന്റെ മനോനിലപാട് തെറ്റി ആത്മാവിൽ താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ഒരാത്മാവ് നഗ്നമായി പോകും. റോഡിലൂടെ നടന്നു പോകുന്ന ആൾ അറിയുന്നില്ല താൻ നഗ്നനാണെന്ന്. അവൻ വിചാരിക്കുന്നത് ഞാൻ ഏറ്റവും വലിയ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു എന്നാണ്. മനസ്സിലാവും? അവന്റെ ഉള്ളിൽ അവൻ അറിയുന്നില്ല, ഉണ്ടെങ്കിൽ അവൻ റോഡിലൂടെ നടക്കില്ല. അവന്റെ ഉള്ളിൽ അവന്റെ വിചാരം എന്താണ്? അവൻ സുട്ടും കൂട്ടും ഇട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇവൻ നഗ്നനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് പൂർത്തിയാക്കാൻ വന്നത് ഈ നഗ്നതയെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഈ ആദത്തിന് സംഭവിച്ച വീഴ്ച എന്തായിരുന്നു? അവൻ എന്താണെന്നാണ് അവൻ പറയുന്നത്? അവൻ നഗ്നനായിരുന്നു. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ ഇത് പാപത്തിന്റെ ഒരു ഫലമാണ്. ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഭയന്നുപോയി. ഭയം, നമുക്കൊരു ധൈര്യമില്ലാത്തൊരവസ്ഥ, നമുക്കൊന്നിനും ഒരു ധൈര്യമില്ല. ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കണം. നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയില്ല. ഇത് മുഴുവൻ വലിയ നാശത്തിലേക്ക് പോകുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു ഭയം മനുഷ്യന്റെ മനസ്സിലേക്ക് വരണം. ഒരു ഭയം. ഈ ക്രിസ്മസ് കാലത്ത് കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഭയത്തെ എടുത്തു മാറ്റുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഭയന്നു അവൻ. മൂന്നാമത്തെ കാര്യം, അവൻ എന്ത് ചെയ്തു? അവൻ ഒളിച്ചു. അല്ലെ, ഇനി വായിച്ചേ 11-ാമത്തെ വചനം. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അതായത് ദൈവം പറയാത്ത കാര്യങ്ങൾ മറ്റാരോ നിന്നോട് പറഞ്ഞു. അതാണ്, മറ്റാരൊക്കെയോ നിന്നോട് ഇപ്പം കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ദൈവത്തോടുള്ള സംസാരം കുറയുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ സംസാരം കൂടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? നിങ്ങൾ ആവശ്യമില്ലാതെ കിടന്ന്, അല്ലെ, ഒത്തിരി പേരോട് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അന്നേരം ഓർത്തോണം, ദൈവത്തോടുള്ള സംസാരം കുറയുമ്പോഴാണ് മനുഷ്യരോടുള്ള സംസാരം കൂടുന്നത്. നമുക്ക് ആരോടെങ്കിലും സംസാരിച്ചേ പറ്റും. ദൈവത്തോടാണ്, അല്ലെ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന, നല്ലപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവരധികം സംസാരിക്കുന്നു. അവരധികം സംസാരിക്കുന്നു, മൗനവ്രതത്തിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ മൗനവ്രതത്തിലിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരുപാട് കിടന്ന് ബഹളം വെക്കുകയും ഒരുപാട് കിടന്ന് സംസാരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് എക്സാമിനേഷനാണ്. നമ്മൾ ചിന്തിച്ചോണം, ദൈവത്തോടുള്ള, അല്ലെ, ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനോ ദൈവസ്വരം കേൾക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവസ്വരം കേൾക്കാനോ ദൈവത്തോട് ബന്ധപ്പെടാനോ റിലേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത്, ഈ നോമ്പെന്ന് പറയുമ്പോൾ സംസാരം ഒന്ന് കുറച്ചാൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരു ഉപവാസം കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. എപ്പോഴത്തെയും പോലെ ഞാൻ പരാജയപ്പെടാറുമുണ്ട്. ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടരുതെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം പറച്ചില്ല, അപ്പം തന്നെ ഒരു 80% നമ്മൾ ഫ്രീ ആയി. നമ്മുടെ കാര്യങ്ങളല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് എവിടെ സമയം? വളരെ കുറച്ച് നമുക്ക് സമയമുള്ളൂ. നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യത്തെ പറ്റിയേ അല്ല, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് കൂടുതൽ അസ്വസ്ഥരായിരിക്കുന്നത്, അല്ലെ? അതാണ് കർത്താവ് ചോദിക്കുന്നത്, നഗ്നനാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? എന്തായാലും നിനക്കുള്ള അറിവല്ല, ആരോ നിന്നോട് പറഞ്ഞു നീ നഗ്നനാണെന്ന്. അതാണ് പാപത്തിന്റെ ആദ്യത്തെ ഗണം. ആരോ നമ്മളോട് പറഞ്ഞു അതല്ല, ഇതാണ് ശരിയെന്ന്. മനസ്സിലാവുന്ന ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ വരികയാണ്. അപ്പൊ നമ്മൾ ഈ സംസാരത്തിലൂടെയാണ് പലപ്പോഴും തിന്മ നമ്മുടെ ജീവിതത്തിൽ
കയറി വരുന്നത്, അല്ലേ? അതാണ് വചനം പറയുന്നത്, സംസാരത്തിൽ വീഴ്ച വരുത്താത്തവൻ ഭാഗ്യവാനാണ്. സംസാരത്തിൽ ശ്രദ്ധിക്കുന്ന ഏവനും ഭാഗ്യവാനാണ്. അപ്പം അതുകൊണ്ട് ഈ വാക്കുകൾ അഗ്നിയാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വാക്കുകളൊന്ന് കുറയ്ക്കാൻ, ഈ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നും മോശക്കാർ, എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഞാനൊരു ഉപദേശമായിട്ട് പറയുന്നതല്ല, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചാൽ 24-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിയ ദൈവകൃപ വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ചൈതന്യം മുഴുവൻ നമ്മൾ ശരിക്കും ലൂക്കാസ് സുവിശേഷമൊക്കെ വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും, ഈ പുൽക്കൂടിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് സംസാരിച്ചവരാണോ ഒരുപാട് സംസാരിക്കാത്തവരാണോ? വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരുപാട് സംസാരിക്കാത്തവരാണ്. ഏറ്റവും വലിയ ഉദാഹരണം മറിയത്തെ പറ്റി പറയുകയാണ്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മനസ്സിലുണ്ടോ? പുൽക്കൂട്ടിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. ഉണ്ണീശോയെ മടിയിലെടുത്ത് പിടിച്ചിരിക്കുന്ന അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദയായിരുന്നു. യൗസേപ്പ് പിന്നെ വാ തുറക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മളെ വീട്ടിലെ ചില ആളുകളെ പോലെയാണ്, പുള്ളി വാ തുറക്കത്തേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അനങ്ങാതിരിക്കുന്ന ആളാണ്. അതൊരു പുണ്യമാണ്. ഇനി ആട്ടിടയന്മാര്, അവർ വന്നിട്ട് ആകെ പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാര് പാടിയ കാര്യങ്ങൾ ഇവർ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ച് ദൈവത്തെ ആരാധിച്ചു. ജ്ഞാനികൾ, 3 ജ്ഞാനികൾ വന്നല്ലോ, അവരെ പറ്റി പറയുന്നത് അവർ മറ്റൊരു വഴിയേ തിരിച്ചു പോയെന്നാണ്. ഒരു ഗൂഗിൾ മാപ്പിനെ പറ്റിയല്ലേ പറയുന്നത്. മറ്റൊരു വഴിയെന്ന് പറഞ്ഞാൽ അവർ ഇന്നുവരെ ചിന്തിക്കാത്ത, ജീവിച്ചിട്ടില്ലാത്ത മറ്റൊരു കൃപയിലേക്ക് അവർ നടന്നുപോയി. ഹെറോദോസിന്റെ കൊട്ടാരം വഴിയാണ് അവർ വന്നത്. പക്ഷെ ആ കൊട്ടാരത്തിലേക്ക് പിന്നീട് അവരെന്ത് ചെയ്തില്ല? തിരിച്ചു പോയില്ല. പിന്നെ ഹെറോദോസിനോട് സംസാരിക്കാൻ പോലും പോയില്ല. കണ്ടോ, യേശുവിനെ കാണുന്ന ആളുകളൊക്കെ അവർ സംസാരം ഇങ്ങനെ, പിന്നെ അവർ ദൈവത്തോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം, കാര്യങ്ങളൊക്കെ പറയണം. അതൊന്നുമല്ല, അതിനെപ്പറ്റിയൊന്നുമല്ല ഞാനീ പറയുന്നത്. മറ്റുള്ളവരെ പറ്റി പറയുന്ന അനാവശ്യമായ കാര്യങ്ങൾ ഒന്ന് കുറച്ചാൽ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പൂർത്തിയാക്കിയ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഉൽപ്പത്തി പുസ്തകമാണ്, അല്ലെ? 11-ാമത്തെ വചനം വായിച്ചേ. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? വായിച്ചേ. തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അല്ലെ? എന്താ ചോദിച്ചത്? എന്താണ്? തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? ഉത്തരം എന്താണ്? യെസ് അല്ലെങ്കിൽ നോ, അല്ലെ? കർത്താവെ തിന്നു അല്ലെങ്കിൽ തിന്നില്ല, ഏതെങ്കിലും ഒന്നാണ്. തിന്നോ എന്നേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഇവൻ പറഞ്ഞ മറുപടി എന്താണ്? താഴോട്ട് വായിച്ചേ. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഇവനോട് ചോദിച്ചോ? ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മുടെ പിള്ളേർ പരീക്ഷ പേപ്പർ എഴുതുന്നത് പോലെയാണ്. ചോദിക്കുന്ന ഒന്ന്, ഇടുന്നത് വേറൊന്നും. അറിയാവുന്നല്ലേ എഴുതാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ദിശകൾ മുഴുവൻ നമുക്ക് മാറിപ്പോകും. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം ചോദിക്കും, നമ്മൾ വേറൊരു കാര്യം മറുപടി പറയും, അല്ലേ? ചോദിക്കുകയാണ്, നീ ഈ പഴം തിന്നോ? ആദം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറയുന്ന യാതൊരു ബുദ്ധിമുട്ടും ഈ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ആദം അത് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ആദം ഈ ഉത്തരം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അത് എന്താ പറഞ്ഞത്? ന്യായീകരിച്ചു. കർത്താവെ എനിക്ക് കൂട്ടിന് തന്ന, അല്ലേ? വായിച്ചേ, ഒന്നുകൂടി വായിച്ചേ. അപ്പൊ കറക്റ്റ് വേറൊരു കാര്യം കിടപ്പുണ്ട് അതിനകത്ത്. അവൻ പറഞ്ഞു, വായിച്ചേ. ആര് തന്നതാണ്? അങ്ങ്. ആരാ ചോദിക്കുന്നത്? ഈ ചോദ്യം ആരാ ചോദിക്കുന്നത്? ദൈവം ചോദിക്കുക. എടാ, നീ ഇത് തിന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞാൽ, അയ്യോ കർത്താവെ, അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒരെണ്ണം ചെറുതായിട്ട് കടിച്ചു, പിന്നെ അതങ്ങ് മിണുങ്ങി എന്ന് പറയേണ്ടതാണ്. പക്ഷെ ഇവൻ പറഞ്ഞ മറുപടി എന്താണ്? അപ്പൊ ഈ പഴം ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം ആരാണ് എന്നാണ് പറഞ്ഞു വരുന്നത്? അങ്ങ്. ഞാൻ വെറുതെ ഇവിടെ വാട്സപ്പ് നോക്കിയിരുന്നപ്പോഴാണ് എന്നെ മോർഫിൻ തന്ന് മയക്കിയിട്ട് എൻ്റെ നല്ല കൊള്ളാവുന്ന ഒരെണ്ണം വലിച്ചൂരി എടുത്തിട്ട് ഇവളെ സൃഷ്ടിച്ചു. ഈ സാധനം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നോ അന്നു മുതൽ ഞാൻ ഇങ്ങനെ കഴുത്തിന് പിടിച്ചോണ്ടിരിക്കുക. അതാണ് ആഡംസ് ആപ്പിൾ. മനസ്സിലാവുന്നുണ്ട്? ഈ ബട്ടൺസ് ഒക്കെ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്.
ഈ ആദം ഒരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നായി മാറിയാൻ. ആദം പറയാണ് അങ്ങ്. അപ്പൊ ചോദ്യം അല്ലെ, ഉത്തരം ആരിലേക്കാണ് പോകുന്നത്? അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരിലേക്ക് എത്തി? പറയൂ, ആരിലേക്ക് എത്തി? ദൈവത്തിങ്കിലേക്ക് എത്തി. കർത്താവെ, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ. ഇതിന് തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? ദുഷ്യന്തനും ശാകുന്തളവും കളിച്ച ആളുകളാണ് ഇവര്, അല്ലെ? നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് പ്രിയതമേ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച ആളുകളാണ്. അപ്പൊ പറയാണ് പിന്നെ നമ്മള് സ്ത്രീ എന്നൊക്കെയാണ് പിന്നെ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓമനെ, മകളെ, മോളെ എന്നൊക്കെ പറഞ്ഞ് നല്ല സൂപ്പർ ഡയലോഗ്, ന്യൂ ജനറേഷൻ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് പറയുകയാണ് ഈ അങ്ങനല്ല യഥാർത്ഥത്തിൽ പറഞ്ഞത്. പിന്നെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അത്രയെങ്കിലും ഇച്ചിരി ലഘൂകരിച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. വേറൊരു പേരാണ് പറഞ്ഞത്. അത് പിന്നെ മൈക്കില്ലാത്തപ്പം പറഞ്ഞത്. അങ്ങ് എനിക്ക്, അതായത് കർത്താവേ നീയാണ് ഇതിന്റെ കാരണം. ഞാനിവിടെ ഒറ്റയ്ക്ക് ആടിപ്പാടി ഞാൻ പറഞ്ഞോ എനിക്കൊരു സ്ത്രീയെ കൂട്ടിന് വേണോ? ഞാനിവിടെ സിംഗിളായിട്ട് നടക്കുമല്ലായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ നല്ല രീതിയിൽ നടന്ന സമയത്താണ് കർത്താവെ അങ്ങാണ്, അല്ലേ? അങ്ങ് എൻ്റെ ഇടയിലൂടെ ഒരു കുത്ത് ഉണ്ടോ? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. ശരിക്കും ഇത് ദൈവത്തിന് കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ പിന്നെ താഴോട്ട് വരുമ്പോൾ ഞാനത് പറയാം. അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ആരാണ്? ഈ സ്ത്രീ, അല്ലേ? ഈ സ്ത്രീ, ഈ വാക്ക് ഓർത്തോണം. ഈ സ്ത്രീ എന്ത് ചെയ്തു? എനിക്ക് ഈ പഴം തരികയും ഞാനത് ഭക്ഷിക്കുകയും ചെയ്തു. ആ സ്ത്രീ, അല്ലേ, തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം, ഏത് മരം പോലും പറയാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ആ മരം, ഈ മരം എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് പറയാണ്. ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ. കർത്താവെ, സ്ത്രീയും ആ സ്ത്രീയെ സൃഷ്ടിച്ച നീയുമാണ് ഈ കാര്യത്തിൽ കുറ്റക്കാരൻ. യെസ്, യുവർ ഓണർ എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് കർത്താവ് 13-ാമത്തെ വചനം, ശരിയല്ലേ? ശരിയാണോ? ആദം പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അതേ പറഞ്ഞ കർത്താവിനത് ശരിക്കൊന്ന് കൊണ്ടു. ഇനി 13-ാമത്തെ വചനം എന്തായിട്ട് വായിച്ചേ? ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു. സ്ത്രീയെ ഇനി പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി അവളെ വിചാരണ ചെയ്തു. അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ആദം പറയുന്നത് നീയാണിത് ചെയ്തതെന്നാണ്. എന്താണ് ഇത് ചെയ്തത്? ആദത്തിന്റെ ബാക്കിയല്ലേ ഹൗവ? മനസ്സിലാവുന്നില്ലേ? ആദത്തിന്റെ ഭാര്യയല്ലേ ഹൗവയുടെ അതിരിക്കുന്നത്. അതിനകത്ത് പിന്നെ കുറച്ച് എക്സ്റ്റൻഷൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവളതിലും വലിയ ആളാണ്. അവള് പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. പാവ ഇഴഞ്ഞു കിടന്ന സർപ്പം. സർപ്പം വെറുതെ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. സുഖമാണോ എന്നറിയാൻ വേണ്ടി ഇഴഞ്ഞു വന്ന ആളാണ് സർപ്പം. കുറ്റം ആരിലേക്ക് എത്തി? ആദം കുറ്റം ആരിലേക്ക് കൊടുത്തു? ഹൗവയിലേക്ക് കൊടുത്തു. ഹൗവ കുറ്റം ആരിലേക്ക് കൊടുത്തു? സർപ്പത്തിലേക്ക് കൊടുത്തു. സർപ്പത്തിന്റെ വീട്ടുകാരും അവിടെ ഇല്ലാത്തത് കൊണ്ട് സർപ്പം പിന്നെ അവിടെ കൊണ്ട് നിന്നിരുന്നെങ്കിൽ ഇത് നീണ്ടുപോയേനെ. അപ്പൊ ഈ ആദം പറഞ്ഞൊരു കാര്യം ദൈവത്തോട് പറയാണ്, കർത്താവേ, അല്ലെ, നീ സൃഷ്ടിച്ച ഈ സ്ത്രീ. ഇനി അതിന്റെ ഒരു കാര്യമാണ് ഇനി താഴോട്ട് വരുന്നത്. ഒന്ന് വായിക്കാം, അതോടെ വായിച്ച് 14 മുതലുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിച്ചോ. വായിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി വായിച്ചോ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, അല്ലെ? സർപ്പത്തോട് പിന്നെ സർപ്പം പിന്നെ ഒന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞിട്ടാ ഇത് ചെയ്തതെന്ന് സർപ്പം പറഞ്ഞില്ല, അല്ലെ? സർപ്പത്തിന് ഇച്ചിരി ദൈവഭക്തി ഉള്ള ആളായതുകൊണ്ട്, അല്ലെ, അദ്ദേഹം പിന്നൊന്നും പറയാൻ നിന്നില്ല. അപ്പൊ സർപ്പം പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ സർപ്പം നീ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അടുത്തത് 15-ാമത്തെ വചനം വായിച്ചേ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തതാണ് ഏറ്റവും മാരകരമായ ഒരു കാര്യം. 16 വായിച്ചേ. അവിടുന്ന് സർപ്പത്തിനൊരു ശാപം കൊടുത്തു. എന്താണ്? നീ ഇടഞ്ഞു നടക്കും, അല്ലെ? നിന്റെ തലയെ ആര് തകർക്കും? സ്ത്രീയുടെ ഒരു സന്തതി തകർക്കും. അപ്പൊ സ്ത്രീ ഇങ്ങനെ വിചാരിച്ചു, എന്നിൽ നിന്നൊരു സന്തതിയോ? ഉണ്ട് മോളെ, നന്നിൽ നിന്ന് ഒരു സന്തതി വരുന്നുണ്ട്. വായിച്ചേ 16-ാമത്തെ വചനം. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നത് ഈ ശാപത്തിൽ നിന്നാണ്. നേരത്തെ വളരെ സുഖകരമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും.
അപ്പോൾ സ്ത്രീക്കും കിട്ടി ഒരു പണി. അടുത്തത് ഇനി ആദത്തിനും കിട്ടി ചില കാര്യങ്ങൾ. വായിച്ചോ, ആദത്തിനും ഒരു ട്രോഫി കിട്ടി. 17-ാമത്തെ വചനം വായിച്ചേ. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുത് എന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? നീ നിൽക്കുന്ന സ്ഥലം ശപിക്കപ്പെട്ടതായിരിക്കും, മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. എല്ലാം സമൃദ്ധമായിട്ട് നൽകപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ആദം ഇത് ചെയ്തത്. അതോടുകൂടി എല്ലാം നിന്നു. ഇനി കഷ്ടപ്പെട്ടാലേ അപ്പം തിന്നാൻ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. മുള്ളും മുൾച്ചെടികളും ഭൂമി നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ശരിക്കും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വെജിറ്റേറിയൻ ആയിട്ടാണോ നോൺ വെജിറ്റേറിയൻ ആയിട്ടാണോ? വെജിറ്റേറിയൻ ആയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നാണ് നോൺ വെജിലേക്ക് പോകുന്നു, അല്ലെ? സസ്യങ്ങൾ മുളപ്പിക്കുകയും നീ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി അപ്പൊ ഈ ദൈവത്തിനെതിരെ ഒരു ആരോപണം ആര് പറഞ്ഞു? ആദം പറഞ്ഞു, അല്ലേ? അപ്പൊ അത് ദൈവത്തിന് ശരിക്കും അതൊരു വേദനയായിട്ട് മാറിയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? സ്ത്രീയോട്, സർപ്പത്തോട് പറഞ്ഞു, നിന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കും. അതാണ് ഉൽപ്പത്തി 3:15. മനസ്സിലാവുന്നുണ്ട്? ഇതിങ്ങനെ ഒരു വാഗ്ദാനമായിട്ട് അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് സർപ്പത്തിന്റെ മുകളിൽ കിടക്കുകയാണ്. നിന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മത്തായി സുവിശേഷം 1-ാം അധ്യായം എടുക്കാമോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം. ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ സുവിശേഷം തുടങ്ങുന്നതിന്റെ ആദ്യത്തിൽ തന്നെ ഈശോയെ പറ്റി പറയുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. മത്തായി 1:21 വായിച്ചേ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മനസ്സിലാവുണ്ട്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചാണ്. പാപം എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാചിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പൈശാചികതയിൽ നിന്ന് നിന്നെ അവൻ മോചിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? തിന്മയിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ തിന്മ പിശാചാണ്. പിശാചിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ പിശാചിനെ ആര് തകർക്കും? യേശു തകർക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പിശാചിനെ ആര് തകർക്കും? യേശു തകർക്കും. അതിനു വേണ്ടിയിട്ടാണ് ആര് വന്നത്? യേശു വന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, യേശു എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? പൂർത്തിയാക്കാനായിട്ടാണ് വന്നത്. എന്താണ് പൂർത്തിയാക്കുന്നത്? ഉൽപ്പത്തി 3:15 വചനം പൂർത്തിയാക്കാനായിട്ടാണ് ഈശോ വന്നത്. എന്താണ് ഉൽപ്പത്തി 3:15? സർപ്പത്തിന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പൂർത്തിയാക്കപ്പെട്ടത് യേശു കുരിശിൽ മരിച്ച് തൻ്റെ ബലിയുടെ ആ ക്ലൈമാക്സിലാണ്. കുരിശിൽ ബലിയർപ്പിച്ചതിൻ്റെ ഏറ്റവും അങ്ങറ്റത്തെ പോയിന്റിൽ ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. എന്താണ് എല്ലാം പൂർത്തിയായത്? ഉൽപ്പത്തി 3:15 വചനം. അതായത് പിശാചിന്റെ തലയെ ആര് തകർത്തു? കുരിശിൽ യേശു തകർത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ സർപ്പത്തിന്റെ തലയെ തകർത്തു എന്ന പൂർത്തീകരണമാണ് യേശുവിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ഈ ഭൂമിയിൽ ജന്മമെടുത്തതോടുകൂടി പൂർത്തിയായത്. പാപത്തിൻ്റെ മേലുള്ള ആ വലിയ അധികാരം. മനസ്സിലാവുണ്ടോ? ഇത് അതുവരെയും പാപത്തിന് നമ്മുടെ മേലായിരുന്നു അധികാരം. എന്നാൽ ഈശോ വന്നു കഴിഞ്ഞതോടുകൂടി പാപത്തിനു മേലുള്ള അധികാരം ആർക്കായിട്ട് മാറി? യേശുവിനായിട്ട് മാറി. എടുക്കാമോ? കൊളോസോസ് ലേഖനം 2-ാം അധ്യായം. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം എടുത്തേ. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം അവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. കൊളോസോസ് 2:14 എടുക്കാമോ? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ എന്ത് ചെയ്തു? മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അടുത്ത വചനം വായിക്കാമോ? 15. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളനാപാത്രമാക്കി. അല്ലെ? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ. ഏതാണ് ലിഖിത നിയമങ്ങൾ? സർപ്പത്തോട് പറഞ്ഞു, നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ ഗർഭാരിഷ്ടതകളോടെ കുഞ്ഞിനെ പ്രസവിക്കും. ആദത്തോട് പറഞ്ഞു, നീ ഭൂമിയിലെ വിയർപ്പ് കൊണ്ട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കും.
മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെ ദോഷകരമായി നിന്ന, മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കി നിന്ന പല ശാപത്തെയും, എല്ലാ ശാപങ്ങളെയും ദൈവം എന്ത് ചെയ്തു? കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. വായിക്കാമോ? ഒരിക്കൽ കൂടി വായിച്ച വചനം 14, 15 പ്രധാനപ്പെട്ട വചനങ്ങളാണ്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ യേശു മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. നിരായുധമാക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ അർത്ഥം? ആയുധം വെപ്പിച്ച് കീഴടക്കി. മനസ്സിലുണ്ടോ? നിരായുധമാക്കി. വെക്കടാ അവിടെ എന്ന് പറഞ്ഞു. തോക്ക് താഴെ വെക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? നിന്റെ കയ്യിലുള്ള ആയുധം നിന്റെ കയ്യിലിരുന്നാൽ മതി, താഴെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് പിശാചിനെ നിരായുധമാക്കി. അടുത്ത വചനം, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ഏതെങ്കിലും ശാപങ്ങളോ ദോഷങ്ങളോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, എൻ്റെ ജീവിതത്തിൽ ഇതിനൊരു മാറ്റമില്ല, എൻ്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീരാണ്, എൻ്റെ ജീവിതത്തിൽ എന്നും സങ്കടങ്ങളാണ്, എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ല, ഞാനെന്നും ഒറ്റയ്ക്കാണ്, ഇതൊക്കെ മനുഷ്യൻ്റെ മേലുള്ള ചില ശാപത്തിൻ്റെ കെട്ടുകളാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ. മനസ്സിലാവണം? മറ്റുള്ളവരല്ല നമ്മളെ ഉപദ്രവിക്കുന്നത്, നമ്മൾ തന്നെയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ചില ചിന്തകളാണ്. നമുക്ക് ഉയരാൻ പറ്റില്ല, നമ്മൾ തകർന്നു കിടക്കും, നമ്മൾ പണ്ടോട്ടെ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ഗതി പിടിക്കില്ല, എൻ്റെ വീട്ടിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, എനിക്ക് നല്ലൊരു വീട് കിട്ടില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് അങ്ങനെ ദോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കിടപ്പുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് കർത്താവ് അതിൻ്റെ മേൽ വിജയം കൊണ്ടുവരാൻ പോവുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വരുന്നത്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്. ഈ വചനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വരുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കുന്നൊരു ദൈവമാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സന്തതികളെ ഞാൻ ഒരുമിച്ച് കൂട്ടും, വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ കൽപ്പിക്കും. ഏശയ്യായിൽ ദൈവം പറഞ്ഞ വാഗ്ദാന വചനങ്ങളാണ്. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. വീരയോദ്ധാവിനെ പോലെ അവൻ നമ്മുടെ വലതുപക്ഷത്തുണ്ട്. അവൻ നമ്മുടെ വലതുപക്ഷത്തുള്ളപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് കാലിടറും. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ പരിഹാസിതരാകും, പരാജിതരാകും എന്നുള്ള ഒരുപാട് വചനങ്ങൾ ബൈബിളിൽ കിടക്കാണ്. ഈ വചനം മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഒരു കുഞ്ഞിനെ പോലെ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ വന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ പറ്റിയുള്ള ദൈവവചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തലയ്ക്കകത്ത് കയറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാശി ഇതാണ്. യേശു എന്തിന് ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവുണ്ട്. എന്നെ പറ്റിയുള്ള ദൈവവചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? യേശു വന്നത്. 2000 വർഷങ്ങൾക്ക് അപ്പുറം ജനിച്ച് മരിച്ച് അങ്ങനെ പോയ ഒരാളല്ല. മനസ്സിലാവുള്ളൂ? ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് ജീവിക്കുന്നു. ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കുന്നുണ്ട്. ഓരോ ദിവസവും വിലാപങ്ങളിൽ നമ്മളത് വായിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ്, പുതിയതാണ്. പുതിയൊരു ജീവിതം, പുതിയൊരു ജന്മം, പുതിയൊരു അഭിഷേകം, പുതിയൊരു കൃപ, പുതിയൊരു വെളിച്ചം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പുതിയൊരു വെളിച്ചം കർത്താവെ തരണമെന്ന്. എൻ്റെ ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു പുതിയ ഹൃദയം. ഇതാ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും. പഴയത് കടന്നുപോയി. മനസ്സിലാവും? ഇനിമേൽ വിലാപമോ കണ്ണുനീരോ ദേശത്തുണ്ടാവുകയില്ല. മനസ്സിലാവും? ഇനിമേൽ സൂര്യൻ അസ്തമിക്കുകയില്ല. സൂര്യന് അസ്തമിക്കാത്ത ഒരു നാട്, ഒരു പകൽ കർത്താവ് നിങ്ങൾക്ക് തരും. അതാണ് വേദനകൾ, ഭാരങ്ങൾ, അല്ലേ? ഇനി വരാനിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ ഇന്നുള്ള കഷ്ടതകളും ക്ലേശങ്ങളും നിസ്സാരമാണ്. വരാനൊരു മഹത്വമുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്ലോറി ഓഫ് ജീസസ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. കൃപയ്ക്കുമേൽ കൃപ. പൗലോസിനോട് ദൈവദൂതൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആര് വരുന്നതോടുകൂടിയാണ്? യേശു നമ്മുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ എന്തിനാണ് ഈശോ വന്നത്? കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് ഈശോ വന്നത്? പൂർത്തിയാക്കാൻ. രണ്ടാമത്തെ ചോദ്യം, എന്ത് പൂർത്തിയാക്കാൻ? എന്ത് വചനം? എന്നെ പറ്റിയുള്ള ദൈവവചനം. എന്നെ പറ്റിയുള്ള ദൈവവചനത്തിന്റെ പേരാണ് റേമ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, പറഞ്ഞിട്ടുണ്ട് ലോഗോസ്, റേമ. റേമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പറ്റിയുള്ള ദൈവ വചനം. മനസ്സിലുണ്ട്? അതിന്റെ പേരാണ് എന്ത്? റേമ. മനസ്സിലുണ്ട്? എന്നെ പറ്റിയുള്ള ദൈവ വചനം. ഞാനിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചിരിക്കും. പെട്ടെന്ന് ഞാൻ ബൈബിൾ തുറക്കുന്നു, എനിക്കൊരു വചനം കിട്ടുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ആ വചനം എൻ്റെ എന്താണ്? ലോഗോസ് അല്ല, മറിച്ച് അതെന്റെ റേമയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പൊ എന്താണ്? എന്നെ പറ്റിയുള്ള ദൈവവചനം, എൻ്റെ റേമ പൂർത്തിയാക്കാനായിട്ടാണ് ആര് വന്നത്? യേശു വന്നത്, അല്ലേ? ഇനി റേമ എന്താണ്? എന്നെ പറ്റിയുള്ള ദൈവവചനം. ഒത്തിരി വചനങ്ങളുണ്ട് ഇതിനകത്ത്, 10-33 വചനങ്ങളുണ്ട്. പക്ഷെ ആ സന്ദർഭത്തിൽ എനിക്ക് വേണ്ടിയുള്ള ദൈവവചനം അതാണ് എന്ത്? പറയൂ, അതാണ് എന്ത്? റേമ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, അല്ലേ? അപ്പൊ ആ സമയത്ത് ഒരു ദൈവവചനം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആ വചനമാണ് എന്ത്? റേമ. അപ്പൊ ആ റേമ പൂർത്തിയാക്കാനായിട്ടാണ് ആര് വന്നത്? പറയൂ, ആര് വന്നത്? യേശു വന്നത്, അല്ലേ? അപ്പൊ ഈശോ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് ഈശോ വന്നത്? പൂർത്തിയാക്കാൻ. 2, എന്ത് പൂർത്തിയാക്കാൻ? എന്നെ പറ്റിയുള്ള ദൈവവചനം, അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള ദൈവഹിതം, അല്ലെ? ദൈവഹിതമാണ് ദൈവവചനം. എന്നെ പറ്റിയുള്ള ആ റേമ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഈശോ ഈ പാതിരാവിൽ നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നു വീണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, മാലാഖമാര് പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവമിടയാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുൽക്കൂടിൻ്റെ മഞ്ഞു വീഴുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം.